പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പോഴെല്ലാം കയ്യോടെ കിട്ടും എന്ന ഒരു ചൊല്ലുണ്ട്. അത് ഇപ്പോ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് വി ഡി സതീശനാണ്, കോൺഗ്രസിന്റെ നേതാവ് വി ഡി സതീശന്. അദ്ദേഹം ഒന്നുമല്ലാതിരുന്ന, ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാതിരുന്ന ഒരു ടീമിനെ വെച്ചുകൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവന്ന് ഇപ്പോ 102 സീറ്റോട് കൂടി ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു വലിയൊരു വിജയം യു ഡി എഫിനെ നേടിക്കൊടുത്ത് നിൽക്കുന്ന സമയമാണ്. പ്രതിപക്ഷ നേതാവുമായിരുന്നു, ജനപ്രീതിയുമുണ്ട്. ജനങ്ങള് ബഹുഭൂരിപക്ഷവും വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് യു ഡി എഫോട് മത്സരിച്ചത്, അല്ലെങ്കിൽ വി ഡി സതീശന്റെ കൂടി പേര് പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചത് എന്നതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു പക്ഷം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുമോ കണ്ടറിയണം. ആകാൻ സാധ്യത കുറവാണ് എന്നാണ് അറിയുന്നത്. ഇനി വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരിഷ്ടം മാനിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് അങ്ങനെ തന്നെ തീരുമാനിച്ചു എന്ന് പറയാം, ബാക്കിയുള്ളവരെ സ്വാധീനിപ്പിച്ചുകൊണ്ട്. പക്ഷെ രണ്ടായാലും, അതായത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും, ഇനി കെ സി വേണുഗോപാൽ ആയിക്കഴിഞ്ഞാലും, എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇവിടെ കർമ്മ എന്നത് തിരിച്ചടിച്ചത് വി ഡി സതീശന് വ്യക്തമായി മനസ്സിലാവും. അദ്ദേഹത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല. മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് പുതിയ ജനറേഷൻ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തി അതിനുള്ള പുസ്തക വായന, ഏറ്റവും പുതിയ അറിവുകൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ മൂപ്പര് ചെയ്തുകൊണ്ടിരുന്ന. പക്ഷെ എന്നിട്ടും മുഖ്യമന്ത്രി കസേര അദ്ദേഹത്തിൽ നിന്ന് വഴിഞ്ഞു പോകണമെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ കസേരയിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം കാണിച്ചിട്ടുള്ള പൊറാട്ട് നാടകങ്ങളിൽ കണ്ണീരൊഴുക്കിയ ചിലരൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ണീരൊഴുക്കിയ അവരെ ചവിട്ടി തേച്ച്, കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കുന്നത്. കോടതി തീരുമാനിക്കുന്നതിന് മുമ്പ് സ്വയം തീരുമാനം എടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഒന്നുമല്ലാതാക്കി തീർത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ളത് ചെറിയ കേസൊന്നുമല്ല, വലിയ കേസുകളാണ്. പെണ്ണ് കേസുകളാണ്. ഒന്നല്ല, 1, 2, 3 ഇങ്ങനെ പോകുന്നുണ്ട്. കൂടുതൽ ഇടാൻ കഴിയാഞ്ഞിട്ടാ, അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ വന്നേനെ. അതൊന്നിനു പിറകെ ഒന്നായി വന്നു. പിന്നീട് അർദ്ധരാത്രിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഒരു MLA ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിലൊരു കേസ് വന്നപ്പോൾ ആദ്യം തന്നെ വി ഡി സതീശൻ ചെയ്തത് അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചു വാങ്ങലായിരുന്നു. ഒരു FIR കാര്യങ്ങളോ ഒന്നും വന്നില്ല. പിന്നീട് ഒരു FIR വന്ന ഉടനെ പാർട്ടിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് പുറത്താക്കി, കോൺഗ്രസ്സുകാരനെ അല്ലാതാക്കി തീർത്തു. അതായത് ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് സത്യമാണോ മിഥ്യയാണോ, അയാളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ, അദ്ദേഹം പാർട്ടിക്ക് എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അയാൾ എത്രത്തോളം തല്ലുകൂട്ടിയിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് പരിഗണിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു പരിഗണനയും കൂടാതെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ചവിട്ടി അരയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു വി ഡി സതീശൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ഏറ്റവും കൂടുതൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നതും വി ഡി സതീശൻ തന്നെ. അദ്ദേഹം എത്ര തന്നെ ആഗ്രഹിച്ചിട്ടും, ജനങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചിട്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു പക്വതയുള്ള ഒരു ചിന്താശേഷിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നുവെങ്കിൽ വി ഡി സതീശൻ ചെയ്യേണ്ടത്? അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നു, പറയാം, അദ്ദേഹത്തിനെതിരെ കേസ് വരട്ടെ. കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, വെറുതെ ആരോപണങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കേസുകൾ വരട്ടെ, നമുക്ക് തീരുമാനിക്കാം. അത്തരത്തിലൊരു FIR വരുമ്പോൾ സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തെ ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉള്ള ആൾ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലൊന്നും വേണ്ട എന്നങ്ങ് തീരുമാനിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു മാന്യമായ നടപടിയായിരുന്നു. പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം പിൻവലിച്ചിട്ട് അദ്ദേഹം ഒരു സാധാരണ എല്ലാവരെയും പോലെ തന്നെ, ഏതെല്ലാം പ്രവർത്തകർ, കോൺഗ്രസിന്റെ അംഗത്തുള്ള പ്രവർത്തകർ, CPM-ന്റെ അംഗത്തുള്ള പ്രവർത്തകർ, എവിടെയെല്ലാം എന്തെല്ലാം ചെയ്യുന്നുണ്ട്, പെണ്ണ് കേസിപ്പെടുന്നുണ്ട്, പോക്സോ കേസിപ്പെടുന്നുണ്ട്, തല്ല് കേസിപ്പെടുന്നുണ്ട്, മോഷണ കേസിപ്പെടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അവരെ ആരെങ്കിലും പാർട്ടി പുറത്താക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്കെതിരെ പാർട്ടി എന്തെങ്കിലും അച്ചടക്ക നടപടി എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പാർട്ടിയുടെ നിർണായകമായ സ്ഥാനങ്ങളിൽ, കീ പോസ്റ്റുകളിൽ ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കേസ് FIR വന്നു കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഒഴിവാക്കുക. അതായിരുന്നു വി ഡി സതീശൻ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും കോൺഗ്രസ് അങ്ങോട്ട് പുറത്താക്കി. അതിന് വി ഡി സതീശൻ ആരാ? അത് വി ഡി സതീശൻ ചെയ്യാൻ പാടില്ലാത്തതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന സകലമാന KSU പ്രവർത്തകരെയും സകലമാന കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ വി ഡി സതീശൻ പിടിച്ച് പുറത്താക്കണ്ട. അത് ചെയ്തില്ലല്ലോ. അത് കോൺഗ്രസ് എന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, BJP എന്നല്ല, ആരും ചെയ്യില്ല. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അനുഭാവിയോ അല്ലെങ്കിൽ അംഗത്തോ എടുത്തവരോ ഒക്കെ ആയിരിക്കും ഇത്തരം ആൾക്കാർ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കില്ല. പക്ഷെ ഇവിടെ വി ഡി സതീശൻ സ്വയം പേരെടുക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു FIR വന്നു എന്ന ഒരൊറ്റ കാരണത്താൽ അത് കോടതിയിൽ തെളിയുന്നതിന് മുമ്പ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതി വിധിക്കുന്നതിന് മുമ്പ് വി ഡി സതീശൻ ഒരു വിധി അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹം കുറ്റക്കാരനാണ്, അദ്ദേഹത്തിന് എടുക്കുന്ന പ്രശ്നമില്ല, കോൺഗ്രസിലില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം റദ്ദാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഏറെ നേരെ അങ്ങ് തൊടുവിലേക്ക്, എന്ന് പറഞ്ഞാൽ കുപ്പത്തൊട്ടിയിലേക്ക് ഒരു വലിച്ചൊരൊറ്റ ഇറങ്ങട്ടെ എറിഞ്ഞു.
ഇതാണ് വി ഡി സതീശൻ ചെയ്തത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ വി ഡി സതീശൻ അനുഭവിക്കുന്നത്. വലിയൊരു വിഭാഗം വി ഡി സതീശനെ അനുകൂലിക്കേണ്ട ആൾക്കാർ പ്രതികൂലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നോക്കൂ, എന്തായിരുന്നു ഇതിനുള്ള കാരണം? വി ഡി സതീശൻ പക്ഷത്തായിരുന്നു ഷാഫി പറമ്പിലും ഇതുപോലെ രാഹുൽ മാങ്കുട്ടും. അവർക്ക് ഒരു വേള കൂറ് കെ സി വേണുഗോപാലിന്റെ ഭാഗത്തേക്ക് പോയി. കോൺഗ്രസ് വിട്ട് അല്ല ബി ജെ പിയിലേക്കോ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കോ ഒന്നും പോയില്ല. ലീഡർഷിപ്പ് ഒന്ന് മാറി. കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതിന്റെ കലിപ്പാണ് അവിടെ തീർത്തത്. അതായത് ഒരു പ്രതികാര ബുദ്ധിയോടെ വി ഡി സതീശൻ അവിടെ പ്രവർത്തിച്ചു എന്നത് സത്യമാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് ജനാധിപത്യ രീതിയിൽ ഇവിടെ നടന്ന വോട്ടെടുപ്പിൽ ജനങ്ങളെ ഏറ്റവും സ്വാധീനിച്ച് വോട്ട് കൊടുത്തത് വി ഡി സതീശന്റെ സ്വാധീനത്തോടെയാണ് എന്നത് മറന്നുകൊണ്ടല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയായി വരേണ്ടത്. എന്നാൽ ധാർമ്മികതയുടെ സത്യസന്ധതയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ അനുഭവത്തിൽ ഞാൻ രമേശ് ചെന്നിത്തലയെ റെക്കമെൻഡ് ചെയ്യുള്ളൂ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. നേരത്തെ അതിനുള്ള തെളിവും കാര്യങ്ങളും എന്തുകൊണ്ട് എന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. അതേസമയം കെ സി വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രിയായി വരുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ലാതാണ്. കാരണം അദ്ദേഹം നിലവിൽ എം പി ആണ്. ആ എം പി സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചത് എന്തിനാ? 5 കൊല്ലം ഇരിക്കാനല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ബാധ്യതയാകാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ആ അർത്ഥത്തിൽ കെ സി വേണുഗോപാൽ കേരളത്തിന് മുഖ്യമന്ത്രിയാകുന്നതിനോട് കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്റെ താല്പര്യം നോക്കിയല്ലല്ലോ ഇവിടെ മുഖ്യമന്ത്രിയും ബാക്കിയുള്ളവരെയും അവർ തീരുമാനിക്കുന്നത്. അവർ തീരുമാനിക്കണം, എന്തോ ചെയ്തോട്ടെ. ഇവിടെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരണമെന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള പശ്ചാത്തലത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നു. ഇതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. പക്ഷേ വി ഡി സതീശൻ ഈ അടിയൊക്കെ വാങ്ങിക്കൂട്ടുന്നത് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിൽ എത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെയധികം ക്രൂശിച്ചു, അല്ലെങ്കിൽ ആവശ്യത്തിലധികം ക്രൂശിച്ചു, ആവശ്യമില്ലാത്ത ശിക്ഷകൾ കൊടുത്തു എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹത്തെ ഇപ്പോഴും കോടതി ശിക്ഷിച്ചിട്ടില്ല. കോടതി ആ കേസുകൾ ശിക്ഷിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അത്തരത്തിൽ കോടതി ശിക്ഷിക്കാതെ വെറുതെ വിടുമ്പോൾ പിന്നെ തിരിച്ചു കയറാൻ പറ്റാത്ത വിധം പടുകുഴിയിലേക്ക് തള്ളിയിട്ടിട്ടാണ് വി ഡി സതീശൻ ഇതൊക്കെ വെട്ടിപ്പിടിച്ചത് എന്നതുകൊണ്ട് ആ കർമ്മ തിരിച്ചടിക്കുന്നു എന്ന് വേണം ഇപ്പോ നമുക്ക് കരുതാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയധികം ജനപ്രീതിയോടെ അദ്ദേഹം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ ഇത്ര തടസ്സം വരുന്നത്? എത്ര ദിവസമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വി ഡി സതീശന് വേണ്ടിയിട്ട് തെരുവിൽ യുദ്ധം നടക്കുകയാണ്. ഇതിനിടയിൽ എന്തെല്ലാം വിഷയങ്ങൾ, ഘടകകക്ഷികൾ തമ്മിലുള്ള ഉടക്കും പ്രശ്നങ്ങളും വരെ നടന്നു. മാത്യു കുഴൽനാടൻ സാധാരണഗതിയിൽ ഒന്നും സംസാരിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹം പച്ച വിവരക്കേട് വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടു. അതും വി ഡി സതീശനെ മൂലയ്ക്ക് ഇരുത്താൻ വേണ്ടിയിട്ടല്ലേ? കെ സി വേണുഗോപാൽ വരാൻ വേണ്ടിയിട്ടല്ലേ? വി ഡി സതീശനാണ് നല്ലത് എന്ന്, അതായത് ഈ ജന അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ വി ഡി സതീശനാണ് വരേണ്ടത് എന്ന് മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറഞ്ഞതിനല്ലേ ഇമാതിരിയുള്ള തുറന്നടിക്കൽ അടിച്ചത്, വിവരക്കേട് വിളിച്ചു പറഞ്ഞത്? കുറച്ചൊക്കെ വിവരമുള്ള ആളാണെന്നാണ് കരുതിയത്. വിവരക്കേടിന്റെ അങ്ങേറ്റാണെന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. ഏതായാലും വി ഡി സതീശൻ എന്നുള്ള വ്യക്തി തെരഞ്ഞെടുപ്പ് നയിച്ച് ഇത്രയധികം ഒരു MLA മാരെ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്നതുകൊണ്ട് ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ആക്കേണ്ടത് വി ഡി സതീശനെയാണ്. പക്ഷേ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ജനകീയമായിട്ട് പ്രവർത്തനങ്ങൾ, നിയമ നടപടികൾ, ആഭ്യന്തരമന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ്. ആ സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള നിലപാടുകൾ നോക്കിയാൽ മതി. ആ അർത്ഥത്തിൽ സത്യസന്ധമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ ഒരുപക്ഷെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ അടുപ്പിക്കുന്നത് ഈ രാജ്യത്തോട് ചെയ്യുന്ന, ഈ സംസ്ഥാനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. കാരണം നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട് 2 തെരഞ്ഞെടുപ്പുകൾക്കാണ് അയാള് ഈ ഒറ്റ കാരണം കൊണ്ട് ഉത്തരവാദിയാകുന്നത്. Different angles. Don't forget to subscribe and support this channel.